യെസ്, അങ്ങനെ ഫൈനലിലെ സെക്കൻഡ് റൗണ്ട് പോരാട്ടവും കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ക്ഷണിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ AN ഷംസീർ, ഓണറബിൾ സ്പീക്കർ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമി. അതിൻ്റെ ഫൈനൽ റൗണ്ടും കഴിഞ്ഞ് നിൽക്കുകയാണ്. സർ, നമ്മളോട് എന്താണ് സർ സംസാരിക്കാനുള്ളത്? മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും ജോയിൻറ്റ് വെഞ്ചറായി ഇവിടെ സംഘടിപ്പിക്കുന്ന സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന ഡിബേറ്റിൽ മാതൃഭൂമി ക്ഷണിച്ചപ്പോൾ വരാൻ കാരണം, മാതൃഭൂമി കേരളത്തിലും മലയാളികൾക്കും ആർക്കും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു ദിനപത്രവും ചാനലുമാണ്. അവർ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് ഇന്ത്യൻ ഫെഡറൽ ബാങ്ക്. ആ ഫെഡറൽ ബാങ്കുമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലെ ഡിബേറ്റിംഗ് സ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒറേറ്ററി സ്കിൽ, ഡിബേറ്റിംഗ് സ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വ്യത്യസ്ത റീജിയനുകളിലായി സംഘടിപ്പിച്ച കോമ്പറ്റീഷൻ്റെ ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻറ്റ് തെരേസസ് കോളേജ്. ആ സെൻറ്റ് തെരേസസ് കോളേജിൽ വെച്ചാണ് ഇതിൻ്റെ സമാപനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഡിബേറ്റിംഗ് സ്കിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. ഞാൻ വരുമ്പോൾ 2 ടീമിൻ്റെ മത്സരമാണ് അവസാനമായി കണ്ടത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എഗനിസ്റ്റും അനുകൂലിച്ചും സംസാരിക്കുന്ന രീതിയാണ് ഞാനിവിടെ കണ്ടിട്ടുള്ളത്. കേരളത്തെ അനുകൂലിച്ചും എതിർത്തുകൊണ്ടാണ്. ഏതായാലും ഇതൊരു ടോപ്പിക്കാണ്. കേരളത്തെ അനുകൂലിക്കുക, കേരളത്തെ എതിർക്കുക. കേരളത്തെ അനുകൂലിച്ചവർക്കും എതിർത്തവരോടുമെല്ലാം കേരള നിയമസഭയുടെ സ്പീക്കർ എന്നല്ല ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ എല്ലാം വിവരിക്കപ്പെട്ടത്. ഏതായാലും അനുകൂലിച്ചവരോടും എതിർത്തവരോടും എല്ലാം പറയാനുള്ളത്, ഇന്ത്യയിൽ ഇതുപോലൊരു സംസ്ഥാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത്രമാത്രം പ്രത്യേകതകളുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഡൈവേഴ്സിറ്റി ഇപ്പോഴും നിലനിൽക്കുന്ന, എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പോഴും റിലീജിയസ് ഹാർമണി നിലനിൽക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അനുകൂലിച്ച് സംസാരിക്കുന്നവരുടെ പക്ഷത്ത് തന്നെയാണ്. എതിർക്കുന്നവർ താൽക്കാലികമായി മത്സരത്തിന് വേണ്ടി മാത്രം എതിർക്കുന്നവരാണ്. അല്ലാതെ നെഞ്ചത്ത് കൈവച്ചവർക്ക് ആർക്കും തന്നെ ഇതിനെതിർക്കാൻ സാധിക്കില്ല. ഡിബേറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പം പ്രസംഗം ഒരു കലയാണ്. അതൊരു എക്സസൈസിലൂടെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ. നിരന്തരമായ എക്സസൈസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിബേറ്റിംഗ് സ്കിൽ, നിങ്ങളുടെ ഒറേറ്ററി സ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഡിബേറ്റിംഗ് സ്കില്ലും ഒപ്പം ഒറേറ്ററി സ്കില്ലും വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായി വേണ്ടത് വായന തന്നെയാണ്. ഒപ്പം സെൽഫ് കോൺഫിഡൻസ് ആണ്. പലരും നേരിടുന്ന പ്രശ്നം ഒരു സ്റ്റേജ് ഫിയറാണ്. ഞാൻ പ്രസംഗിക്കുന്നത് തെറ്റിപ്പോകുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് വളരെ നന്നായി അസംബ്ലിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. കാരണം അസംബ്ലിയിൽ പരമാവധി സംസാരിക്കാൻ സാധിക്കുന്ന സമയം ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിന് കിട്ടുക 13-14 മിനിറ്റാണ്. അത് വളരെ ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് ചെയർമാൻ അല്ലെങ്കിൽ സ്പീക്കർ മൗനം പാലിക്കുന്നത്. പ്രത്യേകിച്ച് 2 പേർ സംസാരിക്കുമ്പോൾ മാത്രം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴാണ് ചെയർ ഇൻ്റർവീൻ ചെയ്യാതിരിക്കുന്നത്. ബാക്കി ആര് സംസാരിക്കുമ്പോഴും ചെയർ ഇൻ്റർവീൻ ചെയ്യും, ബെല്ലടിക്കും, നിർത്തും, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളായി മൈക്കെടുത്ത് കളയും. അതുകൊണ്ട് ചുരുക്കം ചില വാക്കുകളിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നവർക്ക് അസംബ്ലിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ കുട്ടികളൊക്കെ അവതരിപ്പിച്ച വാദമുഖങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ പാർലമെൻ്ററി വ്യാമോഹം കുത്തിവെക്കാനല്ല ഞാൻ വന്നത്, ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. ഞാൻ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ എനിക്ക് ഒരിക്കലും സമ്മാനം കിട്ടിയിട്ടില്ല. അതിവിടെ യാദൃച്ഛികം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും മാതൃഭൂമി, അതോടൊപ്പം ഫെഡറൽ ബാങ്ക്,
സംയുക്തമായി കുട്ടികൾക്കിടയിലുള്ള ഇത്തരം സർഗാത്മക കഴിവുകളെ വികസിപ്പിച്ചെടുക്കാൻ തയ്യാറായതിന് നന്ദി പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോഴാണ് മുഹമ്മദ് ഹനീഷിനൊക്കെ, ഹനീസ് സാറും ഞാൻ ഇന്നൊരു മീറ്റിംഗ്, അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. ഇന്നലെ 5 മണി വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിലേക്ക് വരുന്നു പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്നിവിടെ പെട്ടെന്ന് ജൂറി പാനൽ കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതെപ്പോഴും ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത്. ഏതായാലും നന്നായി മത്സരിച്ചവർ എല്ലാവർക്കും 1ാം സ്ഥാനത്തെത്താൻ പറ്റില്ല. ഇത് ടീമാണല്ലോ അല്ലേ, ടീമായിട്ട് മത്സരിക്കുന്നില്ലേ, ഇൻഡിവിജ്വലാണോ? അപ്പോൾ ഇൻഡിവിജ്വലാണ്. ഏതെങ്കിലും ഒരാൾക്ക് 1, 2, 3 പേർക്ക് മാത്രമാണ് സമ്മാനം കിട്ടുക. ബാക്കിയുള്ളവരും ഞാൻ കണ്ടവരൊക്കെ നന്നായി പെർഫോം ചെയ്തു, വാദമുകൾ അവതരിപ്പിച്ചു. ഒരുപക്ഷെ അവർക്ക് കിട്ടിയതായിരിക്കാം അനുകൂലിച്ചും എതിർത്തും 2 പക്ഷത്ത് നിൽക്കുക. ഇത് തന്നെ നിയമസഭയും ലോകസഭയും ഒക്കെ അങ്ങനെ തന്നെ. ഒരു വിഭാഗം അനുകൂലിക്കും, ഒരു വിഭാഗം എതിർക്കും. എതിർക്കുന്നവരൊന്നും ഉള്ളിൽ തട്ടി എതിർക്കുന്നതല്ല, ചിലത് എതിർക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ളിൽ തട്ടി എതിർത്തതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും അന്തസ്സോടെ തലയുയർത്തി ജീവിക്കാൻ സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സാധിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരല്പം പാനിക്കാക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. CAA ഒരു ഭാഗത്തുണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത ബഹുസ്വരതയാണ്. മൾട്ടി റിലീജിയസ് നമ്മുടെ രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം. നിർഭാഗ്യവശാൽ അത്തരം ഉൾക്കൊള്ളലെല്ലാം എത്ര കാലം നിലനിൽക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. ഇന്ത്യ എന്ന ആശയം എത്ര കാലം നിലനിൽക്കും എന്ന ശങ്ക നിങ്ങളെപ്പോലെ തന്നെ ഞാനും പങ്കുവെക്കുകയാണ്. പക്ഷേ ഞാനൊരു ഓപ്റ്റിമിസ്റ്റിക്കാണ്. ഈ കാലവും കഴിഞ്ഞു പോകും. ഇതിനെല്ലാം അതിജീവിച്ച് നാം മുന്നോട്ട് വരും. ഈ കാലവും നാം കഴിഞ്ഞു പോകും. ഓരോ കാലഘട്ടത്തിലും ഇന്ത്യൻ ജനാധിപത്യം ചില അബറേഷൻ കാണിച്ചിരുന്നു. അതിനെല്ലാം തിരുത്തിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. ജനങ്ങളാണ് യജമാനന്മാർ. ഞങ്ങളൊക്കെ ജനങ്ങളുടെ സേവകന്മാർ മാത്രമാണ്. ജനങ്ങളാണ് അൾട്ടിമേറ്റായി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ എബവ് വോട്ടിംഗ് പവറുള്ളവരാണ്. കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കാനും അഭിപ്രായം പറയാനും സാധിക്കുന്നവർ തന്നെയാണ്. ആ നിലയിൽ കൃത്യമായി നിങ്ങൾക്ക് നിലപാടുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കുക, നന്നായി പഠിക്കണം. പഠിക്കൽ വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കേരള അസംബ്ലിയിലേക്ക് വന്നാൽ അവരുടെ പെർഫോമ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർമാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും കേരള നിയമസഭയ്ക്കൊക്കെ എത്തുന്നുണ്ട്. ഇനിയുള്ള കാലം വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ മുന്നോട്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്, ശേഷിയുള്ളതിൻ്റെ അതിജീവനമാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക, എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക. മത്സരങ്ങളിൽ തോൽക്കുമ്പോൾ നിരാശപ്പെടേണ്ട. ഞാൻ എൻ്റെ ഡെബ്യൂ മത്സരത്തിൽ തോറ്റൊരാളാണ്, ലോകസഭയിൽ തോറ്റൊരാളാണ് ഞാൻ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സ്റ്റേജിൽ വരുമ്പോൾ ഞങ്ങളെ സുഖിപ്പിക്കാൻ ജയിച്ച കാര്യം മാത്രമേ പറയൂ. അയാൾ ഇങ്ങനെ ജയിച്ചു, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പാർലമെൻറ്റ് തോറ്റൊരാളാണ്, നാരോ മാർജിനിൽ. അതുകൊണ്ട് തോൽക്കുന്നവർ നിരാശപ്പെടുന്ന ഒരു കാര്യമില്ല, ജയിക്കുന്നവർ അമിതമായി സന്തോഷിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാര്യങ്ങൾ കാണുക. മാതൃഭൂമി വിളിച്ചപ്പം നോ പറയാൻ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് സാധിക്കില്ല. കാരണം അത്രമാത്രം വൈകാരികമായ ബന്ധം ഇതിൻ്റെ ആളുകളുമായി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഏതായാലും മീഡിയ ജനാധിപത്യത്തിൻ്റെ 4th എസ്റ്റേറ്റ് ആണ്. മീഡിയ അവഗണിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 161ആണ്. ഫ്രീഡം ഓഫ് പ്രസ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ സ്ഥാനം 161ആണ്. മാധ്യമപ്രവർത്തകർ പലരും UAP ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ ജയിലിൽ കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിൽ മാധ്യമപ്രവർത്തകർക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമപ്രവർത്തകർ ഞങ്ങളൊക്കെ നന്നായി വിമർശിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ മാധ്യമ വിമർശനമാണ്, ഞാൻ തെറ്റായ കഥകൾ പ്രചരിപ്പിച്ചാണ് എന്നെ ഉൾപ്പെടെ തോൽപ്പിച്ചത്. അതുകൊണ്ട് ഒരു വെറുപ്പും നമുക്ക് ആരോട്. കാരണം പൊളിറ്റിക്സിനകത്ത് ചിലപ്പോൾ പലതും പത്രങ്ങൾക്ക് പറയേണ്ടി വരും. പക്ഷേ അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ ഇത്രയധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു സംസ്ഥാനമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ സ്വാതന്ത്ര്യമുള്ള വേറൊരു സംസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് 160 നിൽക്കുമ്പോഴാണ്. ബെല്ലടിയൊന്നും കാണാത്തതുകൊണ്ട് സ്വയം ബെല്ലടിച്ച് നിർത്തുന്നതാണ്. കാരണം ബെല്ലടിക്കും ഞാൻ വിചാരിക്കുന്നത്, സ്പീക്കർ പ്രസംഗിക്കുമ്പോൾ ദ പേഴ്സൺ ഹു ക്യാൻ സ്പീക്സ്, ദ പേഴ്സൺ ഹു കാൺ സ്പീക്സ് എന്നാണ്. ഏതായാലും രണ്ടാമത്തെ ഭാഗം ഞാൻ എടുക്കാം, അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ക്ഷണിച്ചത് KR പ്രമോദാണ്. അദ്ദേഹവുമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ ബന്ധമുള്ളത്. ആ ക്ഷണമാണ്. ഇന്ന് കേവലം ഒറ്റ പരിപാടി മാത്രമേ എനിക്കുള്ളൂ, ഇവിടെ വന്ന് ഈ മാതൃഭൂമിയുടെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഫെഡറൽ ബാങ്കിൻ്റെ ആളുകളോടും ഒപ്പം മാതൃഭൂമിയോടും KR പ്രമോദിനോടുമെല്ലാം
നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ള എല്ലാ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഷംസീർ സാർ. അങ്ങേക്കുള്ള മൊമെന്റോ സമ്മാനിക്കുന്ന സമയമാണിപ്പോൾ. തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും അതൊന്നിൻ്റെയും അവസാനമല്ല, അതൊരു പഠനമാണ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള മെസ്സേജ് നമുക്ക് തന്നിരിക്കുകയാണ് സർ. എല്ലാ വിദ്യാർത്ഥികൾക്കും അത് പാഠമാക്കാവുന്നതാണ്. അങ്ങേക്കുള്ള മൊമെന്റോ കൈമാറാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീമതി ശാലിനി വാര്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫെഡറൽ ബാങ്ക്. ഒപ്പം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ KR പ്രമോദ്, GM പബ്ലിക് റിലേഷൻസ്, മാതൃഭൂമി. അതുപോലെ തന്നെ ദേവിക MS, ഡയറക്ടർ ഓപ്പറേഷൻസ്, മാതൃഭൂമി. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ AN ഷംസീർ, ഓണറബിൾ സ്പീക്കർ, കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അദ്ദേഹത്തിനുള്ള മൊമെന്റോ കൈമാറുന്ന സമയമാണ്. താങ്ക് യു സർ. നമുക്ക് ഇനിയിപ്പോൾ വിന്നറിനൊക്കെ അനൗൺസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും. ഒപ്പം തന്നെ നമ്മൾ സെൻറ്റ് ട്രേസാസിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ, ഈ ഒരു അവസരം നമുക്കിവിടെ ഒരുക്കി തന്ന പ്രിൻസിപ്പാളിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ അൽഫോൻസ വിജയ ജോസഫ് മാമിനുള്ള മൊമെന്റോ സമ്മാനിക്കാനായി മിസ് ദേവിക MS, ഡയറക്ടർ ഓപ്പറേഷൻസ്, മാതൃഭൂമിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാം പ്ലീസ്. സോ മാം കുറച്ച് സമയത്തിനുള്ളിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വിന്നേഴ്സിലേക്കൊക്കെ കടക്കാം അല്ലേ. നമ്മളുടെ അങ്ങനെ നീണ്ടു നിന്ന ഈ ഒരു ഗ്രാൻഡ് ഫിനാലയുടെ സെക്കൻഡ് റൗണ്ടിൽ വിൻ ചെയ്ത് പോരാടി എത്തി നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ പിച്ചായി മഹാലിംഗം, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, സോറി, അദ്ദേഹം പോയിരിക്കുന്നു അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ കുര്യാക്കോസ് കോണിൽ, സീനിയർ വൈസ് പ്രസിഡന്റ് ആൻഡ് സോണൽ ഹെഡ്, എറണാകുളം ഫെഡറൽ ബാങ്ക്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ അനിൽ CJ, ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് 2 ആൻഡ് ഹെഡ് CSR, ഫെഡറൽ ബാങ്ക്. സോ നമ്മുടെ പ്രൈസ് അനൗൺസ്മെന്റിന്റെ സമയമാണ്. ആദ്യമായിട്ട് നമുക്ക് റണ്ണർ അപ്പിനെ അനൗൺസ് ചെയ്യാം. ഞാൻ അതിന് അനൗൺസ് ചെയ്യാനായിട്ട് ശാലിനി മാമിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട്, വിന്നർ അനൗൺസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആദരവോടെ വേദിയിലേക്ക് ഞാൻ ജഡ്ജസിനെ കൂടി ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ ഇത് അനൗൺസ് ചെയ്യുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക് കടന്നു വരൂ. ഒപ്പം തന്നെ ഈ സെഷൻസ് ഒക്കെ മോഡറേറ്റ് ചെയ്ത റോഷ്നിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജഡ്ജസ് പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിൻസിപ്പലിനുള്ള ഒരു മൊമെന്റോ സമ്മാനിക്കാനായി ഞാൻ മിസ് ദേവികയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൻസ വിജയ ജോസഫ്, മാം പ്ലീസ്. ദേവിക, മൊമെന്റോ. താങ്ക് യു മാം. സോ വിന്നറിനെ ആദ്യം റണ്ണറപ്പിനെ അനൗൺസ് ചെയ്യാണ് അല്ലേ. താങ്ക് യു മാം. Good afternoon once again, everybody. Having seen the debates, I think you guys the judges had a very difficult task. So I've been given the easier task of announcing the winners. I'll start with the runner-up first. Any guesses from the audience? Let's hear some names from the audience. Runner-up. No? Okay, the runner-up is Uttara Rajiv or Mar Ivanios College, Trivandrum. Uttara Rajiv. Give her a round of applause. ഉത്തരയ്ക്കുള്ള മെമന്റോ സമ്മാനിക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീ AN ഷംസീർ ആണ്. ഒപ്പം തന്നെ 1.5 lakhsന്റെ ചെക്ക് സമ്മാനിക്കുന്നത് ശ്രീമതി ശാലിനി വാര്യർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഫെഡറൽ ബാങ്ക്. ഒപ്പം സർട്ടിഫിക്കറ്റ് ദേവിക സമ്മാനിച്ചിരിക്കുകയാണ്. So, congratulations, Uttara.
ഉത്തരയ്ക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഒരുപക്ഷെ വാക്കുകൾക്ക് അർത്ഥമില്ലാതെ ആയി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ ഒരു നിമിഷമാണിത്. ഒരുപാട് നന്ദി കൂടെ നിന്ന എല്ലാവർക്കും, അച്ഛനമ്മ, കൂടെ മത്സരിച്ചവർക്ക്, സുഹൃത്തുക്കൾക്ക്, കോളേജിന്. താങ്ക് യു. ഉത്തര സ്റ്റേജിൽ തന്നെ നിൽക്കൂ. അടുത്തതായി നമ്മളുടെ വിന്നറിനെ അനൗൺസ് ചെയ്യേണ്ട സമയമാണ്. ശാലിനി മാം പ്ലീസ്. Any guesses about the winner? Okay. The winner is Anaga of School of Legal Studies, CUSAT, Kochi. അനഘ ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുകയാണ്. സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുകയാണ്. സോ അനഘയ്ക്കുള്ള മൊമെന്റോ കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ക്യാഷ് പ്രൈസ് കൈമാറുകയാണ്. സർട്ടിഫിക്കറ്റും കൈമാറുകയാണ് അനഘയ്ക്ക്. 8 പേരുടെ പോരാട്ടത്തിൽ അനഘ വിൻ ചെയ്ത് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അനഘ അനഘ ചിരിക്കുന്നുണ്ട്, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അനഘ 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. എനിക്കൊന്നും സംസാരിക്കാൻ കിട്ടും. Thank you, Speak for India, for giving me this opportunity and for teaching me umpteen lessons in the art of debating. I thank each one of you. ഇവിടെ വന്നപ്പോൾ തൊട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും സ്വപ്നം കാണാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കിട്ടിയത്. എല്ലാവരും ഫാമിലി പോലെയായിരുന്നു. ആൻഡ് ഓൾ ദ ജഡ്ജസ്, ഇന്നത്തെ ജഡ്ജസ് എല്ലാവരോടും സർ, മാം, താങ്ക് യു സോ മച്ച്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു അനിൽകുമാർ സർ ഫോർ ടീച്ചിങ് അസ് the basics of debating right from the beginning, and for Speak for India family, all this culture of Speak for India which makes us come back again and again. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. സോ വിന്നറിൻ്റെ ഒപ്പവും റണ്ണറപ്പിൻ്റെ ഒപ്പവും ഉള്ളൊരു ഫോട്ടോ സെഷൻ വേണം നമുക്ക്. എല്ലാ ഡിഗ്നിറ്ററീസും ഒന്ന് ചേർന്ന് നിൽക്കണം. ഒപ്പം തന്നെ പ്രൊഫസർ അനിൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യൂറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ എത്തി നിൽക്കുന്നത്. 8 കണ്ടസ്റ്റൻസും മാറ്റുരച്ചൊരു വേദിയാണ്. അദ്ദേഹത്തെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിജയവും പരാജയവും എന്ന് പറയുന്ന ഒരു ടേം ശരിക്കും കോമ്പറ്റീഷനിൽ അത് ഒന്നിൻ്റെയും അവസാനമല്ല. നമുക്ക് 6 മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ കൂടി ഉണ്ടായിരുന്നു. അവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്കും ക്യാഷ് പ്രൈസ് 35,000 ക്യാഷ് പ്രൈസ് ഉണ്ട്, മൊമെൻറ്റോ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ഇവർക്കുള്ള മൊമെൻറ്റോ കൈമാറാനായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീ AN ഷംസീറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ മറ്റ് 6 പേരെ, ഏബൽ, അരുൺരാജ്, ആദ്യ, ഹരിത, എല്ലാവരെയും 6 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏബൽ മാത്യൂസ്, അരുൺരാജ് ആർ, ആദ്യ നായർ, ആനന്ദ് വിജയൻ,
അമൃത. ഹരിത. അരുൺ രാജ്. ആനന്ദ് വിജയൻ. സോ സ്പീക്ക് ഫോർ ഇന്ത്യയുടെ 8 കണ്ടസ്റ്റൻസിനെയും ചേർത്തുള്ള ഫോട്ടോ സെഷനാണ്. എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്വപ്നത്തിൻ പാട്ടുണ്ടോ പോലോ മുന്നേറാൻ വീരത്തിൻ ചെന്തിയായി പോലോ സ്പീക്ക് ഫോർ ഇന്ത്യ. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമി അതിന്റെ അവസാന ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിന്നറെ അനൗൺസ് ചെയ്തു, റണ്ണറപ്പിനെ അനൗൺസ് ചെയ്തു. ഇവിടെ മാറ്റുരച്ച 8 യുവാക്കൾ, ഇന്ത്യയുടെ ശബ്ദമാവാൻ സാധ്യതയുള്ള 8 യുവാക്കളെ വാർത്തെടുത്തു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മാതൃഭൂമിക്കും ഫെഡറൽ ബാങ്കിനും ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓഡിയൻസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. നമ്മളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ ഡിഗ്നിറ്ററീസിനും നന്ദി പറയുന്നു. ഇനിയും ഇതിന്റെ എഡിഷൻസുമായി നമ്മൾ വീണ്ടും എത്തുന്നതാണ്. പുതിയ യുവാക്കളെ വാർത്തെടുക്കാൻ നമ്മൾ തയ്യാറാവും എന്നുള്ളത് ഉറപ്പ് നൽകുന്നു. താങ്ക് യു സെന്റ് തെരേസാസ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലഞ്ച് കഴിച്ചിട്ട് വേണം പോവാനായിട്ട്. നമ്മൾ ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. സ്വപ്നത്തിൻ പാട്ടുണ്ടോ പോലോ മുന്നേറാൻ വീരത്തിൻ ചെന്തിയായി പോലോ സ്പീക്ക് ഫോർ ഇന്ത്യ. Federal Bank Speak for India Kerala Edition Season 8 in association with Madhrbhoomi.